റിതം ബിൽഡേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിൽ മാവളങ്ങ് എന്ന സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് റിനോവേറ്റ് ചെയ്ത ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് കിടക്കാം. എക്സ്റ്റീരിയറിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്ന ഈ ടെക്സ്ചർ വർക്കുകളാണ്. സിമെൻറ്റ് ഫിനിഷിൽ ചെയ്ത ഈ ഒരു ടെക്സ്ചർ വർക്കിന് നമുക്ക് വീടിൻ്റെ എക്സ്റ്റീരിയറിന് കൂടുതൽ ഭംഗിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിനോട് ചേർന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ഡിസൈനുള്ള വർക്കാണ് ഈ കാണുന്നത്. ഇതും വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കൂടുതൽ ഭംഗിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന ബാൽക്കണി, അതും അതിനോട് ചേർന്നുള്ള ഹാൻഡ് റെയിൽ, അതിൽ കാണുന്ന റൂഫ്, ആ ഒരു അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ്ലി ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഭംഗി കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. അതിവിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗത്തേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പർഗോള അറേഞ്ച്മെൻറ്റ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സർക്കുലർ അറേഞ്ച്മെൻറ്റ് കാരണം നമുക്ക് എലിവേഷനിൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മൾ കേരളത്തിൽ കണ്ടുവരാറുള്ള വീടുകളിൽ ഫ്രണ്ട് ഭാഗങ്ങളിലായി കൂടുതൽ വുഡൻ വിൻഡോസ് ആൻഡ് ഡോർസ് ആണ് ഫിറ്റ് ചെയ്യാറ്. എന്നാൽ ഇവിടെ നമ്മൾ സ്റ്റീൽ ഡോറും അതുപോലെ തന്നെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള UPVC സ്ലൈഡിംഗ് വിൻഡോയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ മെയിനായുള്ളത് ഇവിടുത്തെ TV യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റെയർ ഏരിയയുമായി ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പാർട്ടീഷൻ യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു L ഷേപ്പിൽ ഈ ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ പോലും ലിവിങ്ങിനെ മാക്സിമം യൂസബിൾ ആക്കുന്ന രീതിയിലാണ് ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വോളാണ്. ഈ വോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് നമ്മൾ ബെഡ്റൂംസിന്റെ ഡോർസിനും കൊടുത്തിരിക്കുന്നത്. ഈ വോളിൽ അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം കൂടി അറ്റാച്ച് ചെയ്ത് അതിനൊരു വോൾ ലൈറ്റ് കൂടെ കൊടുത്തപ്പോൾ ലിവിങ് ഏരിയ ഭംഗിയായിട്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ കിടക്കുന്നത് ഈ പറഞ്ഞ സ്റ്റെയർ ഏരിയയിലേക്കാണ്. സ്റ്റെയർ ഏരിയയും ലിവിങ് ഏരിയയും പ്ലസ് ഡൈനിങ് ഏരിയ, ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ L ഷേപ്പിന് ഉള്ള ജിപ്സം വർക്ക് കാണാം. അതിനുള്ളിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിന് പകരം സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള ഓപ്പൺ കിച്ചൺ, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ കിച്ചണിൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അലുമിനിയം മെറ്റീരിയൽ ചെയ്ത, അതായത് ഇതാണ് അലുമിനിയം കബോർഡ് എന്ന് പറയുന്നത്. ഇത് അലുമിനിയം ഫ്രെയിമിൽ PVC മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഹാങ് ലൈറ്റ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പൺ കിച്ചൺ സെറ്റ്. കിച്ചൺ കഴിഞ്ഞാൽ കിച്ചണിനോട് ചേർന്നുള്ള ഡൈനിങ് ഏരിയ, ഈ ഡൈനിങ് ഏരിയയിൽ തൊട്ട് ചേർന്നുള്ള സ്റ്റെയർ കേസിന്റെ അടിയിലായി നമ്മളിവിടെ ഒരു വാഷ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മിററും അതിന്റെ ഒരു കബോർഡ് അറേഞ്ച്മെന്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്ക് കിടക്കാം. ഈ വീട്ടിൽ ആകെ 3 ബെഡ്റൂമാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂമാണിത്. അതിന്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വോളാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു കളർ കോംബോ ആണ് ഈ വീട്ടിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്, വൈറ്റും പ്ലസ് ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ. അതേപോലെ തന്നെ ഇതിന്റെ ഈ ബെഡ്റൂമിന്റെ ഡോർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡോറിന്റെ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളറിലുള്ള ഒരു കബോർഡ്, അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ സെയിം ആ ഒരു കളർ വൈബിനോട് ചേർന്ന് നിൽക്കുന്ന ടൈപ്പ് ബ്ലൈൻഡ്സും ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ കാര്യമായ ഒരുപാട് വർക്കുകളൊന്നുമില്ല. നമ്മൾ സീലിംഗ് ചെയ്തു, അതിനോട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റ്, അതോടൊപ്പം തന്നെ നമ്മളുടെ വീടിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ്. ഈ വീടിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഗ്രേ കളർ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഒരു വുഡൻ കളറിലുള്ള ഫിനിഷുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് സെന്റർ ബീമും, അതായത് ഇതൊരു പ്രത്യേകതരം സ്റ്റെയർ ആണ്. സെന്റർ ബീമിൽ നമ്മൾ കാൻലിവർ ഇതിട്ട് കൊടുത്താണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വുഡൻ ടെക്സ്ചറിലുള്ള ടൈൽ ഇടുമ്പോൾ.
എല്ലാ വീട്ടിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാൻഡ് റെയിൽ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മെയിൻ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ പൈപ്പിൽ ചെയ്ത ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനിലുള്ള വർക്കാണ്. ഈ സ്ക്വയർ പൈപ്പിൽ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ഈ ഒരു പെയിന്റിങ് സെക്ഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഏത് കളറിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി SS-നെ അപേക്ഷിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സ്റ്റെയർ പ്ലസ് ഡൈനിങ് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെയർ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ഇങ്ങനെ ഒരു പാസേജിലേക്കാണ്. ഈ പാസേജ് നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള പാസേജാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നമ്മൾ ഇവിടെ വെളിച്ചത്തിനായിട്ട് 6 ഇഞ്ച് പൈപ്പ് വോളിൽ അറ്റാച്ച് ചെയ്ത് അതൊരു വെളിച്ചത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെഡ്റൂം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പൺ ബാൽക്കണി തന്നെ, അതായത് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് UPVC സ്ലൈഡിംഗ് ഡോറ് വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ സ്ക്വയർ പൈപ്പിൽ ചെയ്ത ഒരു ഹാൻഡ് റെയിൽ, അതാണെങ്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫിനിഷ് നമ്മൾ പെയിന്റ് ചെയ്ത് ആ ഒരു വുഡൻ ലുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാൽക്കണിയിലെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സിമെന്റ് ടെക്സ്ചറാണ് ഈ കാണുന്നത്. അതിലും നമ്മൾ ഈ പറഞ്ഞ 4 ഇഞ്ച് പൈപ്പ്, അതായത് PVC 4 ഇഞ്ചിന്റെ PVC പൈപ്പ് ഇട്ട് കൊടുത്ത് എക്സ്റ്റീരിയർ എലിവേഷനെ ഭംഗിയാക്കാനായിട്ട് നോക്കിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം സൈസിലുള്ള 3 ബാത്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഞങ്ങളുടെ മക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ മക്കളെ പോലെ തന്നെയുള്ളതാണ് ഷെഫിക്കും സുജിത്തും. നമ്മുടെ പഴയ വീട് അത്യാവശ്യം ഒരു 30 വർഷം പഴക്കമുള്ള വീടായിരുന്നു. ഞങ്ങൾ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പുതിയ വീട് വാങ്ങിക്കണോ, പുതിയ വീട് വെക്കണോ, അതോ റിനോവേറ്റ് ചെയ്യണോ എന്നുള്ളത്. മനസ്സിന് ഇണങ്ങിയ ഒരു വീടാണ്. ഒരു വീടിൻ്റെ പണിയുമ്പോഴൊക്കെ സുജിത്തിൻ്റെയും ഷെഫീഖിൻ്റെയും ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടാണ് ഈ വീടിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. എല്ലാം നന്നായി. ഞങ്ങളുടെ ഈ പെര പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരും കണ്ടവർക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 100% ഇഷ്ടപ്പെട്ടു. ഇതാരാ ചെയ്ത ഞങ്ങൾ സുജിത്തിൻ്റെയും ഷെഫീഖിൻ്റെയും പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പഴയ വീടും ഇപ്പോഴത്തെ വീടും വെച്ച് നോക്കി കഴിഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നല്ല ഡിഫറൻസ് ആണുള്ളത്. അവര് വന്ന് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച്, അന്നേരം ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടായി വിളിക്കും, അപ്പൊ തന്നെ അവർ ഓടി വന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. എല്ലാരും അവരെ തേടി ചെല്ലുമെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പ്. അതുപോലെ ആൾക്കാർ വന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഈ കാര്യം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഈ പഴയ വീട് ഇത്രയും നന്നാക്കി എടുത്ത ആരാൻറ്റി ചോദിച്ചു എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ചോദിച്ചിട്ട് 100% ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഭയങ്കര ആക്സസ് ആണ്. ഇവർക്ക് എപ്പോൾ വിളിച്ചാലും സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അവരെ വിളിക്കുക, ഒരു കോൺഫറൻസ് കോൾ ഇടുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെ ക്ലിയർ ചെയ്താണ് ഷെഫീഖ് ആണെന്നുണ്ടെങ്കിലും സുജിത്ത് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫൈനലി നമ്മുടെ വീട് പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും 100% സാറ്റിസ്ഫൈഡ് ആണ്. റിതം ബിൽഡേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്.